ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമ. ഇത് 15-ാമത്തെ അധ്യായത്തിൽ പുത്രജനനാണ് വർണ്ണിക്കുന്നത്. അയാൾക്ക് ഹരിശ്ചന്ദ്ര മഹാരാജാവിനൊരു രോഹിതാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ ജനിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമുക്കറിയാവുന്ന കഥയത്. അതാണ് വർണ്ണിക്കുന്നത്. ഹരിശ്ചന്ദ്ര രാജാവിന്റെ രാജധാനിയിൽ ജന്മോത്സവം ആഘോഷിക്കുന്ന സമയത്ത് വരുണദേവൻ ബ്രാഹ്മണ വേഷത്തിൽ അവിടേക്ക് രാജാവിനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അങ്ങ് ആഗ്രഹിച്ച പ്രകാരം പുത്രനുണ്ടായല്ലോ രാജാവേ. ഇനി ആ ബാലനെ കൊണ്ട് രചിച്ചാലും അങ്ങ് എന്നോട് ചെയ്ത സത്യം പാലിക്കുക എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബ്രാഹ്മണ വേഷത്തിൽ വന്നു വരുണദേവൻ. വരുണിന്റെ വാക്കുകൾ കേട്ട് ചിന്താഗ്രസ്തനായി രാജാവ്. അത് എന്തായാലും ഒരു മോനുണ്ടായിട്ട് തരാന്ന് പറഞ്ഞതേ തെറ്റല്ലേ? ദേവാ, കൃപാനിധേ, ഈ കുഞ്ഞിന്റെ സുന്ദരമായ മുഖം കണ്ട് എങ്ങനെയാണ് കൊല്ലുക? കുഞ്ഞ് ജനിച്ചതല്ലേ ഉള്ളൂ, കുല പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും ശുദ്ധമായതിനു ശേഷം യജ്ഞം ധാരാളം ദക്ഷിണയോടുകൂടി തന്നെ നടത്താം. സനാതന ധർമ്മങ്ങൾ അങ്ങക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. ഈ കെഞ്ചാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല രാജാവിന്, അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ. രാജാവിന്റെ വാക്ക് കേട്ട് വരുണദേവൻ പറഞ്ഞു. രാജൻ, അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ. ഇപ്പോൾ ഞാൻ യാത്രയാകുന്നു. മാസാവസാനത്തിൽ ഞാൻ വരൂ ട്ടോ. അതിനിടയിൽ നാമകരണവും മറ്റും ചെയ്യുക. ഇതും പറഞ്ഞ് വരുണദേവൻ യാത്രയായി. രാജാവിന് തൽക്കാലം സമാധാനമായി, അത്രേ പറയാൻ പറ്റുള്ളൂ. രാജാവ് ബ്രാഹ്മണർക്ക് കുളമ്പിലും കൊമ്പിലും സ്വർണം കെട്ടിയ പശുക്കളെ ദാനം ചെയ്തു. രോഹിതന് നാമകരണവും ചെയ്തു. മാസം അവസാനമായപ്പോഴേക്ക് ദാ വരുണദേവൻ. ഹരിശ്ചന്ദ്രൻ ആകെ വിഷമത്തിലായി. രാജാവ് ഭക്തി ആദരപൂർവ്വം വരുണനെ സ്വീകരിച്ചിരുത്തി. ദേവ, അങ്ങയുടെ ആഗമനം കൊണ്ട് ഞാൻ ധന്യനായി. എൻ്റെ ഗ്രഹവും പവിത്രമായി. അങ്ങയുടെ ഇഷ്ടപ്രകാരം യാഗം ചെയ്യാം. പല്ല് മുളക്കാത്ത കുഞ്ഞിനെ കൊണ്ട് യാഗം ചെയ്യുവാൻ പറ്റുമോ? പല്ല് വന്നതിന് ശേഷം യാഗം ചെയ്യാം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് വരുണൻ യാത്രയായി. ഇപ്രകാരം പല 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 പ്രാവശ്യം വരുണദേവൻ വന്നിട്ടും രാജാവ് ഓരോ കാരണം പറഞ്ഞ് യജ്ഞം നീട്ടി കൊണ്ടുപോയി. താൻ മോഹിച്ചുണ്ടായ പുത്രന്റെ യജ്ഞ പശുവാക്കാൻ അദ്ദേഹത്തിന് പിതൃമനസ് സമ്മതിച്ചില്ല. അവസാനം ചൗളകർമ്മം കഴിഞ്ഞ് സത്യം പാലിക്കാമെന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് വരുണൻ യാത്രയായി. അദ്ദേഹം വരുമ്പോ ഒന്നും എതിര് പറയില്ല ഈ വരുണദേവൻ. ചൗളകർമ്മം കൊട്ടാരത്തിൽ നടക്കുമ്പോൾ വരുണൻ വീണ്ടും എത്തിയല്ലോ. ചൗളകർമ്മത്തിൽ രാജ്ഞി കുഞ്ഞിനെയും എടുത്ത് രാജാവിന്റെ അരികിൽ ഇരിക്കുമ്പോൾ യജ്ഞം ചെയ്യാൻ വരുണൻ പറഞ്ഞു. രാജാവ് വരുണനോട് പറഞ്ഞു. ഭഗവൻ, ഞാൻ യജ്ഞം നടത്താം. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട് ദേവ. ഉപനയനം കഴിഞ്ഞാലേ ബാലൻ ക്രിയക്ക് അർഹനാകൂ, അല്ലെങ്കിൽ ശൂദ്രന് സമനാകും. ക്ഷത്രിയന് 11 വയസ്സിലാണ് ഉപനയനം വിധിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ യാഗം ചെയ്യാം. ഇത് കേട്ട് വരുണൻ യാത്രയായി. പാവല്ലേ വരുണൻ, ശപിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ഹരിശ്ചന്ദ്ര രാജാവിന് തൽക്കാലം സന്തോഷമാവുകയും ചെയ്തു. രാജാവ് പുത്രന് തൽക്കാലം കയ്യിൽ കിട്ടിയ സന്തോഷത്താൽ രാജ്യഭരണം ഭംഗിയായി നടത്തി. ഒക്കെ തൽക്കാലത്തേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ കാലം കടന്നു. പുരോഹിതന് 10 വയസ്സ് കഴിഞ്ഞു. രാജാവ് ഉപനയനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. ബ്രാഹ്മണരെയും നാട്ടുകാരെയും ക്ഷണിച്ചു വരുത്തി. ആഘോഷമായ ഉപനയന കർമ്മങ്ങൾ നടക്കുന്നതിനിടയിൽ വരുണനതാ വരണു ബ്രാഹ്മണ വേഷത്തില്. അങ്ങനെ രാജകൊട്ടാരത്തിലെത്തി അദ്ദേഹം. രാജാവ് പാശിയെ കണ്ട ഉടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പറഞ്ഞു. മകൻ യജ്ഞോപവീതം ധരിച്ചു, യജ്ഞത്തിനുള്ള യോഗ്യതയും നേടി. എന്നാൽ സമാവർത്തനം കൂടി കഴിഞ്ഞു പോരെ അങ്ങ് പറഞ്ഞ പ്രകാരം യാഗം നടത്തുന്നത്? അതുവരെ ക്ഷമിക്കണം വരുണദേവ എന്ന് പറഞ്ഞു. അപ്പോ മനസ്സിലായി വരുണന്. അപ്പൊ വരുണൻ പറയുകയാണ്, ഓരോരു കാരണം പറഞ്ഞിട്ട് എന്നെ വഞ്ചിക്കുകയാണല്ലേ. എന്തായാലും ഞാനിപ്പോൾ പോകുന്നു, സമാവർത്തന കാലത്ത് ഞാൻ വരും. ഇത്രയും പറഞ്ഞ് വരുണൻ യാത്രയായി. രാജാവ് വീണ്ടും പുത്രനോടുകൂടി സന്തോഷമായി വാണു. അപ്പോഴേക്കും പലരും പറഞ്ഞ് രോഹിതന് ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. തന്നെ യജ്ഞപശുവാക്കാനാണ് വരുണൻ വരുന്നതെന്നറിഞ്ഞ രോഹിതൻ കുറച്ചു വലിയ കുട്ടിയായില്ലേ, ഇങ്ങനെ ഒരാൾ വന്നുകൊണ്ടും അച്ഛനോട് അതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രായമായി. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? ആരും അറിയാതെ ഒരു ദിവസം നാട് വിട്ടു. രാജാവ് പുത്രനെ തിരിയാൻ 4 ഭാഗത്തേക്കും ആൾക്കാരെ അയച്ചു. പക്ഷേ കണ്ടു കിട്ടിയില്ല. നിരാശയായിരുന്നു ഫലം. വരുണൻ വീണ്ടും വന്ന് യജ്ഞ പശുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു,
ദേവ, എൻ്റെ മകൻ പേടിച്ചങ്ങോട്ട് ഓടിപ്പോയിരിക്കുകയാണ്. ഞാൻ ഭൃത്യന്മാരെ എല്ലാ ദേശങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്, എന്നിട്ടും ഒരു വിവരം കിട്ടിയില്ല. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും. ഇതിൽ എനിക്കൊരു പങ്കുമില്ല, ഭാഗ്യദോഷം എന്നല്ലാതെ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം വന്നു. രാജാവിന്റെ ഈ വാക്കും കൂടി കേട്ടപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ രാജാവ് ബാലനെ തരാതിരിക്കാൻ വേണ്ടി ഓരോ കാരണവും പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണ്. വീണ്ടും വീണ്ടും വഞ്ചിതനായതോർത്ത് കോപിഷ്ഠനായ വരുണൻ ശപിച്ചു. ജലോദരം വന്ന് ദുഃഖിക്കുക എന്ന വരുണന്റെ ശാപത്താൽ മഹാവ്യാധി പിടിപെട്ട രാജാവ് വളരെയധികം ദുഃഖിതനായി. ജലോദരം എന്ന് പറഞ്ഞാൽ വയറ് വെക്കല്, വയറിലിങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് അത്. അപ്പൊ വരുണദേവന്റെ ശാപവും കൂടി ആയപ്പോൾ ഹരിശ്ചന്ദ്രന്റെ മുഖം ഇരട്ടിയായി ദുഃഖം. മകൻ പോയ ദുഃഖത്താൽ ഉഴലുമ്പോഴാണ് രോഗവും തന്നെ കാർന്നു തിന്നാൻ വരുന്നത്. അച്ഛന്റെ രോഗവിവരം കാട്ടിൽ നിന്നറിഞ്ഞ രോഹിതൻ അച്ഛനെ കാണാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്നല്ലോ. രോഹിതന്റെ അടുത്തെത്തി പറഞ്ഞു, നീ നിന്റെ മൂഢത കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയാൽ അച്ഛൻ വേദവിത്തുക്കളായ ബ്രാഹ്മണരെ കൊണ്ട് യാഗാഗ്നിയിൽ നിന്നെ ആഹൂതി ചെയ്യും. എല്ലാവർക്കും പ്രിയമാണല്ലോ സ്വന്തം ശരീരം. തന്റെ അസുഖം മാറാൻ രാജാവും യജ്ഞത്തിന് സമ്മതിച്ച് നിന്നെ യജ്ഞ പശുവാക്കും. വെറുതെ കളിക്കണ്ട കളി. ഇന്ദ്രന്റെ വാക്ക് കേട്ട് രോഹിതൻ തന്റെ നാട്ടിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചു. അച്ഛൻ അസുഖം കൂടുതലാണെന്നറിഞ്ഞ് രോഹിതൻ മരിച്ചാ മരിക്കട്ടെ എന്നുറപ്പിച്ച് വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. എന്നാലും ആ സ്നേഹം കുട്ടിയിലെ. അപ്പോഴും ഇന്ദ്രൻ ഓരോ സൂത്രവും തടസ്സവും പറഞ്ഞ് രോഹിതന്റെ യാത്രയിൽ നിന്ന് വിലക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രോഗാർത്തനായ ഹരിശ്ചന്ദ്രൻ കുലഗുരുവായ വസിഷ്ഠന്റെ സമീപം ചെന്ന് തന്റെ ദുഃഖവർത്തമാനങ്ങളൊക്കെ അറിയിച്ചു. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷി പറഞ്ഞു, യാഗം ചെയ്യുക തന്നെയാണ് നല്ലത്. നമുക്ക് ദ്രവ്യം നൽകി ഒരു പുത്രനെ വാങ്ങാം. പുത്രന്മാർ 10 തരം ഉണ്ടെന്നാണ് വേദജ്ഞരുടെ അഭിപ്രായം. അതുകൊണ്ട് പണം കൊടുത്ത പുത്രനെ വാങ്ങി യജ്ഞം നടത്തുക. രോഗശാന്തിക്ക് അതേ നിവൃത്തിയുള്ളൂ. വരുണൻ പ്രസന്നനാകുകയും ചെയ്യും. ധനാർത്ഥികളായ ബ്രാഹ്മണരുണ്ടാവും, അവരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് നമുക്കൊരു പുത്രനെ വാങ്ങാം എന്ന് വസിഷ്ഠൻ പറഞ്ഞു. അപ്പൊ വസിഷ്ഠ മഹർഷിയുടെ വാക്ക് കേട്ട് ഹരിശ്ചന്ദ്രൻ മന്ത്രിമാരെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. മന്ത്രിമാരിൽ പ്രധാനിയായ ഒരാളെ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു. മന്ത്രിയുടെ അന്വേഷണത്തിൽ അജീകർത്തൻ എന്നൊരു ദരിദ്ര ബ്രാഹ്മണൻ തന്റെ 3 മക്കളിൽ ഒരാളെ കൊടുക്കുന്നുവെന്ന് മന്ത്രി അറിഞ്ഞിരുന്നു. മന്ത്രി താൻ അറിഞ്ഞ വിവരം രാജാവിനോട് പറഞ്ഞു. രാജൻ, അജീകർത്തൻ എന്നൊരു ബ്രാഹ്മണന് 3 പുത്രന്മാരുണ്ട്. യാഗാർത്ഥം ഒരു കുട്ടിയെ തന്നാൽ 100 പശുക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂത്ത പുത്രൻ തനിക്ക് കർമ്മം ചെയ്യാനുള്ളതാണ്. ഏറ്റവും ഇളയ പുത്രൻ അമ്മയുടെ ഇഷ്ടപുത്രനുമാണ്. മധ്യമപുത്രനായ ശുനശേപനെയാണ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഒന്ന് അച്ഛന്റെ പ്രിയപ്പെട്ട, ഒന്ന് അമ്മേന്റെ പ്രിയപ്പെട്ടത്. നടുക്കുള്ള കുട്ടി ആർക്കും പ്രിയപ്പെട്ടതല്ല, അതിനെ വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് കേട്ട് രാജാവിന് സമാധാനമായി. വേഗം ആ ബാലനെ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. മന്ത്രി അജീകർത്തന് 100 പശുക്കളെയും കൊടുത്ത് ശുനശേപനെ വാങ്ങി രാജാവിനെ ഏൽപ്പിച്ചു. പേടി കൊണ്ട് വിറച്ചു നിൽക്കുന്ന ബാലനെ കണ്ട് എല്ലാവരും കണ്ണീർ വാർത്തു. പാവം കുട്ടി, അതിനെ കൊണ്ടിട്ട് കൊല്ലാനല്ലേ അതിന് മനസ്സിലായത്. രാജാവ് യജ്ഞത്തിന് വധിക്കുന്നവന്റെ കയ്യിൽ ഈ വിപ്രകുമാരനെ കൊടുത്തു. എന്നാൽ അവന്റെ മുഖത്തെ ദീനഭാവവും സങ്കടവും കണ്ട് തനിക്ക് ഈ ബാലനെ വധിക്കാനാവില്ലെന്ന് അയാൾ പറഞ്ഞു. എനിക്ക് വയ്യ, എന്ത് തന്നെ ആയാലും ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വധകൃത്യത്തിൽ നിന്ന് അയാൾ മാറി നിന്നപ്പോൾ രാജാവ് സദസ്യരോട് ചോദിച്ചു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സദസ്യര് വേണ്ട എന്ന് പറഞ്ഞു. ഈ സമയം ബാലന്റെ അച്ഛനായ അജീകർത്തൻ പറഞ്ഞു, രാജൻ, ഈ കൃത്യം ഞാൻ നിർവഹിക്കാം, അങ്ങ് പരിഭ്രമിക്കേണ്ട. പക്ഷെ ഇരട്ടി പണം തരണം. കണ്ടോ, സ്വത്തിനുള്ള ആഗ്രഹം, പൈസക്കുള്ള ആഗ്രഹം. സ്വന്തം മകനെ ഞാൻ തന്നെ കൊന്നുതരാന്നാന്ന് പറയുന്നത്. അജീകർത്തന്റെ വാക്കുകൾ കേട്ട് ഹരിശ്ചന്ദ്രന് സന്തോഷമായി. അജീകർത്തൻ സ്വന്തം മകനെ വധിക്കാനായി ഒരുങ്ങിയപ്പോൾ സദസ്യർ ആ ബ്രാഹ്മണനെ അധിക്ഷേപിച്ചു പറഞ്ഞു, ഹേ ബ്രാഹ്മണ, നീ മഹാഭാവിയും ക്രൂരനും വിപ്രാകാരം കൊണ്ട പിശാചുമാണ്. സ്വന്തം പുത്രനെ വധിക്കാൻ എടുക്കുന്ന ചണ്ടാളനാണ് നീ, കുലാധമനാണ്. മകനെ കൊന്നിട്ട് കിട്ടുന്ന പണം കൊണ്ട് എന്ത് സുഖമാണ് ലഭിക്കാൻ പോകുന്നത്? ആത്മാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നതെന്നല്ലേ വേദം പറയുന്നത്. സ്വന്തം ആത്മാവിനെ തന്നെ കൊല്ലുവാൻ ശ്രമിക്കുകയാണോ നീ? സദസ്യർ ഇപ്രകാരം അജീകർത്തനെ ഭർജിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി രാജാവിനെ സമീപിച്ച് പറഞ്ഞു, രാജൻ, ദുഃഖിതനായി കരയുന്ന ബാലനെ വിട്ടയപ്പോ, നിന്റെ യാഗം പൂർണ്ണമാവും. ദയക്ക് സമമായ ഒരു ഗുണം വേറെ ഇല്ല. അതേപോലെ തന്നെയാണ് ഹിംസ പോലൊരു പാപവും. അന്യദേഹത്തെ നശിപ്പിച്ചും സ്വന്തം ദേഹം രക്ഷിക്കാനാണ്
സ്വാർത്ഥലാഭക്കാരുടെ ഉദ്ദേശം. ശുഭകാംക്ഷകൾ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. എല്ലാവരിലും ഉണ്ടാവണം ദയയും ദാക്ഷിണ്യവും ഒക്കെ. ജിതേന്ദ്രനിൽ ജഗത്പതി പ്രസാദിക്കും. ജീവിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ? ഈ ബാലനും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ? പിന്നെ നിങ്ങൾ തമ്മിൽ പൂർവ്വവിരും ഒന്നുമില്ല താനും. സ്വാർത്ഥ താല്പര്യത്തിനായി ശത്രുത ഒട്ടുമില്ലാത്ത ഒരാളെ കൊന്നാൽ അടുത്ത ജന്മം അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായി വരുമല്ലോ. സ്വന്തം പുത്രനെ കൊല്ലുന്ന ഇവൻ മഹാപാപിയും ക്രൂരനുമാണ് ഈ ബ്രാഹ്മണൻ. അനവധി മക്കളിൽ ഒരാൾ ഗയാശ്രാദ്ധം ചെയ്താൽ മതിയാകും. അശ്വമേധം ചെയ്തവന് നീലാശ്വത്തെ അയക്കാം. തന്റെ നാട്ടിൽ ആരെങ്കിലും ഒരു പാപം ചെയ്താൽ അതിന്റെ 1/6 ഭാഗം രാജാവ് അനുഭവിക്കേണ്ടതാണ്. പാപം ചെയ്യുന്നവനെ ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടവനാണ് രാജാവ്. ഈ പുത്ര കച്ചവടം തന്നെ നീ എന്തുകൊണ്ടാണ് തടുക്കാതിരുന്നത്? ഋഷങ്കു പുത്രനായി സൂര്യവംശത്തിൽ പിറന്ന നീ ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുകയാണോ? എന്റെ വാക്കുകൾക്ക് നീ വില കൽപ്പിക്കുകയാണെങ്കിൽ ഇവനെ മോചിപ്പിക്കും. നിനക്ക് ദേഹസുഖം തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു. പണ്ട് ശാപത്താൽ ചണ്ടാളനായ നിന്റെ അച്ഛനെ ആ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചനാണ് ഞാൻ. അത് മനസ്സിലാക്കുക. എന്റെ വാക്കുകൾ സ്വീകരിക്കുക. ഈ ബാലനെ വിട്ടയക്കുക. ഈ രാജസൂയ യജ്ഞത്തിൽ വെച്ച് ഞാൻ യാചിക്കുകയാണ്. യാഗസമയത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ നടത്തിത്തരാനുള്ള ഭവിഷ്യത്ത് നീ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അനുസരിക്കഴിഞ്ഞാൽ നിനക്ക് മഹാപാപം കിട്ടും. ഒരു സംശയവും വേണ്ട. ആര് പറയണു? വിശ്വാമിത്രൻ. കൗശികന്റെ വാക്ക് കേട്ട് ഹരിശ്ചന്ദ്ര രാജാവ് പറഞ്ഞു, വിശ്വാമിത്ര മഹർഷി, ജലോദര വ്യാധി കൊണ്ട് ദീനനാണ് ഞാൻ. ഈ ബാലന്റെ മോചനം ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. ഇക്കാര്യത്തിൽ ശാഠ്യം പിടിക്കാതിരിക്കു ഋഷീശ്വരാന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന്റെ മറുപടി കേട്ട് അത്യധികം കോപം കൊണ്ടു. ആർക്ക്? വിശ്വാമിത്രനെ. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ബ്രാഹ്മണ ബാലന്റെ ദീനത കണ്ട് വളരെയധികം ദുഃഖിതനുമായി അദ്ദേഹത്തിന് മനസാക്ഷിയുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിപ്രബാലന്റെ സമീപം ചെന്ന് കൗശികൻ പറഞ്ഞു, പുത്ര, ഞാൻ വരുണ മന്ത്രം ചൊല്ലിത്തരാട്ടോ. ആ മന്ത്രം ഞാൻ പറഞ്ഞ മാതിരി ജപിച്ചാൽ നിനക്ക് നന്മ വരും. കൗശികൻ പറഞ്ഞു കൊടുത്ത മന്ത്രം ആ ബാലൻ സ്ഫുടമായി വളരെ 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 ഭക്തിയോടെ സശ്രദ്ധം ജപിക്കുവാൻ തുടങ്ങി. ഉടനെ വരുണദേവൻ യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ. അത് കണ്ട് സദസ്യർ വിസ്മയപ്പെടുകയും ചെയ്തു. വ്യാധിഗ്രസ്തനായ ഹരിശ്ചന്ദ്രൻ വരുണദേവനെ കണ്ട ഉടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഹരിശ്ചന്ദ്രൻ പറയുകയാണ്, ദേവ കൃപാസിന്ധു, ഞാൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും എന്നിൽ കനിവ് തോന്നി അങ്ങ് വന്നുവല്ലോ. പുത്രനോടുള്ള സ്നേഹാധിക്യത്താൽ ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കണമേ. നരകവാസം പേടിച്ചാണ് ഞാൻ അങ്ങയെ വഞ്ചിച്ചത്. പുത്രനില്ലാത്തവന് സ്വർഗപ്രാപ്തി സാധ്യമല്ലല്ലോ. അതെങ്ങനെ എനിക്ക് കേട്ടറിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റിന് മുതിർന്നത്. അറിവില്ലാത്തവർ ചെയ്യുന്ന തെറ്റിന് അറിവുള്ളവർ ക്ഷമിക്കുമല്ലോ. ഞാൻ മഹാരോഗിയാണ്. പുത്രനും എന്നെ വിട്ടുപോയി. മരണത്തെ പേടിച്ച് എൻ്റെ മകൻ എവിടേക്കോ പോയിരിക്കുകയാണ്. ഇനി എന്ന് വരുമോ എന്നൊന്നും എനിക്കറിയില്ല മഹർഷി. ധനം നൽകി വാങ്ങിയ ക്രീഡപുത്രനാണ് ഇവൻ. അങ്ങയുടെ സന്തോഷത്തിനായി ഞാൻ ഈ ബ്രാഹ്മണ ബാലനെ യജ്ഞപശുവാക്കി യാഗം ആരംഭിച്ചത്. ഇപ്പോൾ എൻ്റെ വ്യാധിയും അസ്തമിച്ചിരിക്കുന്നു. വ്യാധി മാറി. രാജാവിന്റെ വാക്കുകൾ കേട്ട് പ്രസന്നനായ വരുണൻ പറഞ്ഞു, രാജൻ, എന്നെ സ്തുതിക്കുന്ന ഈ ബാലനെ സ്വതന്ത്രനാക്കൂ. ഈ യജ്ഞവും പൂർണ്ണമായി. നിന്റെ വ്യാധിയും മാറി. എല്ലാവരും കണ്ടു നിൽക്കെ വരുണൻ ബാലന്റെ കെട്ടഴിച്ചു. എല്ലാ ദിക്കിൽ നിന്നും ജയ 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 എന്നുള്ള ശബ്ദം അങ്ങനെ മുഴങ്ങി. രോഗം ശമിച്ചതിനാൽ രാജാവും സന്തോഷവാനായി. ബന്ധനത്തിൽ നിന്ന് വിമുക്തനായ വിപ്രബാലൻ സദസ്യരോട് ചോദിച്ചു, അല്ലയോ ധർമ്മജ്ഞരെ, നിങ്ങൾ നിശ്ചയിക്കുവിൻ. ഇനി മുതൽ എൻ്റെ പിതാവ് ആരാണ്? ആരെയാണ് ഞാൻ ശരണാഗതി അടയേണ്ടത് എന്ന് ചോദിച്ചു. നിക്ഷേപം ചോദിച്ചു. അപ്പൊ ജനങ്ങളെ പറഞ്ഞു, അജീകർത്തന്റെ പുത്രൻ ഇനി ആരാവാനാണ്? അദ്ദേഹം തന്നെയല്ലേ അവനെ പോറ്റി വളർത്തിയത്. ഇത് കേട്ട് വാമദേവൻ പറഞ്ഞു, ധനാർത്ഥി കൊണ്ട് പണം വാങ്ങി അവന്റെ അച്ഛൻ വിറ്റതാണ് ഈ ബാലനെ. പണം കൊടുത്തു വാങ്ങിയതാണ് ഹരിശ്ചന്ദ്ര രാജാവ്. എന്നാൽ മരണത്തിലേക്ക് പോകുന്നവനെ അതിൽ നിന്ന് രക്ഷിച്ചത് വരുണദേവനാണ്. ആഹാരം, അഭയം, വിദ്യ, ധനം, ജനനം ഇതൊക്കെ വേണ്ട പോലെ കൊടുക്കുന്നവനാണ് താതൻ. ഈ കാര്യത്തിൽ സദസ്യരുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ. അതങ്ങനെയാണല്ലോ.
അമ്മേനെ തച്ചാലും രണ്ടു വാക്കെന്ന് പറയുന്നത് പോലെ തർക്കങ്ങളും ഉണ്ടായി. ഈ തർക്കത്തിനിടയിൽ സർവരാലും സംപൂജ്യനായ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ധനത്തിന് വേണ്ടി ഇവന്റെ അച്ഛൻ വിറ്റു. ആ പണം കൊടുത്തു വാങ്ങിയ ഹരിശ്ചന്ദ്രന് അവകാശപ്പെട്ടതാണ് ഈ ബാലൻ. എന്നാൽ രൂപത്തിൽ ബന്ധിച്ച് യജ്ഞത്തിന് പശുവാക്കിയ സമയത്ത് ആ പുത്രത്വവും നശിക്കുകയുണ്ടായി. ഇവൻ വരുണനെ മന്ത്രങ്ങൾ കൊണ്ട് സന്തോഷിപ്പിച്ചത് കൊണ്ടാണ് വരുണൻ രക്ഷിച്ചത്. ധനം, പ്രാണൻ, ഭൂമി, പശു, മോക്ഷം എന്നിവ തരുന്ന വരുണ മന്ത്രത്തെ അത്യാപത്തിൽ ഉപദേശിച്ച് രക്ഷിച്ച വിശ്വാമിത്രന്റെ പുത്രനാണ് ഇവൻ. അതാ ഈ പറഞ്ഞ ആരുടെയും പുത്രനല്ല, വിശ്വാമിത്രന്റെ പുത്രനാണ് എന്ന് ആര് പറഞ്ഞു? വസിഷ്ഠ മഹർഷി പറഞ്ഞു. എല്ലാവരും വസിഷ്ഠന്റെ അഭിപ്രായത്തോട് യോജിച്ചു. കൗശികൻ ആ ബാലനെ സ്നേഹപൂർവ്വം വലത്തെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, പുത്ര, നീ എന്റെ ഗൃഹത്തിലേക്ക് പോന്നാലും വരൂ, നമുക്ക് പോകാം. ധനശേപൻ ഗാധിപുത്രന്റെ കൂടെ പോയത് കൊണ്ട് വരുണിനും സന്തോഷമായി. എല്ലാവരും സ്വന്തം സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. രാജാവ് രോഗവിമുക്തനായി. പ്രജാപാലനം വേണ്ട പോലെ നടത്തുകയും ചെയ്തു. പ്രജേതസ്സിൽ നിന്ന് ഈ വൃത്താന്തം പറഞ്ഞ രോഹിതൻ കാട്ടിൽ നിന്ന് പോന്ന് സ്വന്തം ഗൃഹത്തിലെത്തി. മകൻ തിരിച്ചെത്തിയ വിവരമറിഞ്ഞ രാജാവ് ഹരിശ്ചന്ദ്രൻ മകനെ കാണാൻ ധൃതിയോടെ പുറത്തേക്ക് വന്നു. അച്ഛനെ കണ്ട ഉടനെ രോഹിതൻ ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കുട്ടിന്റെ ഒരു ബുദ്ധിശക്തി നോക്കിയപ്പോ തന്റെ കാൽക്കൽ വീണ് കിടക്കുന്ന മകനെ രാജാവ് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഠമായി ആലിംഗനം ചെയ്തു. പിന്നീട് മൂർധാവിൽ ചുംബിച്ച് മടിയിലിരുത്തി കണ്ണുനീരിനാലാണ് അഭിഷേകം ചെയ്തത്. നരമേധത്തിന്റെയും യത്നം ചെയ്യേണ്ടി വന്ന വൃത്താന്തവും മകനെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം മകനോടുകൂടി വസിഷ്ഠ മഹർഷിയെ പൂജ ചെയ്ത് ഹോതാവാക്കി രാജസൂയ യാഗം നടത്തി. യജ്ഞം ശുഭമായി പര്യവസാനിച്ചു. എല്ലാവരാലും പൂജ്യനായ വസിഷ്ഠ മഹർഷിയോടൊപ്പം വിശ്വാമിത്ര മഹർഷി ഇന്ദ്രന്റെ വാസസ്ഥാനമായ ദേവസദനത്തിലെത്തുകയും ചെയ്തു. സുധർമ്മയിൽ പൂജിതനായ വസിഷ്ഠ മഹർഷിയോട് ഗാധിസുതൻ ചോദിച്ചു, മഹർഷി, ഈ മഹത്തായ ആദരം അങ്ങക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ആരാണ് ഇതിനൊക്കെ കാരണക്കാരൻ? സത്യം പറഞ്ഞാലും. അപ്പൊ വസിഷ്ഠൻ പറഞ്ഞു, എന്റെ ശിഷ്യനായ ഹരിശ്ചന്ദ്ര രാജാവ് രാജസൂയ മഹായാഗം നടത്തി ധാരാളം ദക്ഷിണയും തന്നു. അദ്ദേഹം വ്രതനിഷ്ഠനും സത്യവാനും ധർമ്മശീലനുമാണ്. അദ്ദേഹത്തിന് സമനായി മറ്റൊരാളില്ല. ആ യജ്ഞത്തിൽ നിന്ന് കിട്ടിയ മാന്യതയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പുറം അസൂയ വന്നു. ഉറപ്പല്ലേ? അല്ല ഗാധിസുത, എന്താണ് ചോദിക്കാൻ കാരണം? അത് കേൾക്കട്ടെ. ഇത് കേട്ട് വിശ്വാമിത്രൻ കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ പറഞ്ഞു, വരുണനെ വഞ്ചിച്ച് കാര്യം നേടിയ ഹരിശ്ചന്ദ്രനെ സ്തുതിക്കുകയാണോ? ഞാൻ ചെയ്ത പുണ്യങ്ങളൊക്കെയും പണയം വെക്കാം. അങ്ങയുടെ പുണ്യങ്ങളെ വാതുവെക്കാൻ എടുക്കുക. വാനോളം നീ പുകഴ്ത്തുന്ന ഹരിശ്ചന്ദ്രൻ ഉണ്ടല്ലോ, ദേഷ്യം വന്നു. മൂർഖനായും ദാനം കൊടുക്കാത്തവനെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിർത്താം. ഇല്ലെങ്കിൽ എന്റെ പുണ്യമൊക്കെ നശിച്ചു പോകട്ടെ. അല്ല, അങ്ങ് പറഞ്ഞതാണെങ്കിൽ മറിച്ചുമാകാം. ഇപ്രകാരം വാദങ്ങളിൽ ഏർപ്പെട്ട മുനീന്ദ്രന്മാർ കോപിഷ്ഠരായി സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി. ഇന്നത്തെ ഭാഗം നമ്മൾ ഭഗവത്പാദങ്ങളെ സമർപ്പിച്ചു.